ഒരു ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ അട്രാക്ഷൻ പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, ഡിസ്ട്രാക്ഷൻ. അതായത് നിങ്ങളിപ്പം ഒരു വസ്തുവിനെ നോക്കുകയാണ്, ഒരു സ്ഥലത്തേക്ക് ഒരു ഹോളിലൂടെയാണ് നിങ്ങൾ നോക്കുന്നത്. ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ നോക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ആ ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് മുന്നിലായിട്ട് തന്നെ വേറൊരാൾ ഒരു വിരൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ വിരലിലോട്ട് തന്നെ പല പ്രാവശ്യം ശ്രദ്ധ പോകില്ലേ. ഈ വിരലാണെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല, നമുക്ക് കാണേണ്ടത് പുറത്തുള്ള പൈപ്പിലൂടെ ദൂരത്തേക്കുള്ള കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. ഒരു ഫ്രെയിമിനകത്ത് ഇതേപോലെ ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരും. ഡിസ്ട്രാക്ഷൻസ് നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ചെറിയൊരു സ്ക്വയർ ഹോളിലേക്ക് കൂടിയാണ് പുറത്തോട്ട് നോക്കുന്നത്. പുറത്ത് മനോഹരമായൊരു പൂന്തോട്ടമാണ്. അതിൻ്റെ ആ ഹോളിൻ്റെ മധ്യത്തിലായി വേറൊരാൾ ഒരു കൈവിരൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു പല്ലിയോ പാറ്റയോ കയറിയിരുന്നിട്ട് നിങ്ങൾക്ക് ആ കാഴ്ച തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് നിങ്ങൾ നോട്ട് ചെയ്തോളുക. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചിത്രത്തിലേക്ക് വരും. ഓക്കെ, അപ്പം അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചിത്രങ്ങളെ തേടി വരും. ഓക്കെ, ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക, അട്രാക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്തൊക്കെയായിരിക്കും നമ്മളുടെ ചിത്രത്തിൽ വരിക? ഒന്ന്, ഫോർഗ്രൗണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി അതിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്തു. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. നിങ്ങൾ ആ വീടിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ ഒരു പൊളിഞ്ഞു വീണ വേറൊരു ബിൽഡിങ്ങിൻ്റെ ഒരു മതിൽ, അല്ലെങ്കിൽ ഒരു പഴയ മതിൽ അതിനകത്തുണ്ടായത് തകർന്ന് വീണെടുക്കുകയാണ്, അല്ലെങ്കിൽ അത് പെയിൻ്റ് അടിക്കാതെ അഗ്ലിയാക്കി അവിടെ ഇട്ടിരിക്കുക. പക്ഷേ പുതിയ വീടാണ് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മതിലിൻ്റെ ഒരു ഭാഗം അതിനകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രാക്ഷനാണ്. അതായത് ആൾക്കാരുടെ ശ്രദ്ധ എന്തായാലും ആഗ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക്, ഫോർഗ്രൗണ്ട് ഒബ്ജക്റ്റിലേക്ക് വളരെയധികം ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ മനോഹാരിത, അട്രാക്ഷൻ ഈ ഡിസ്ട്രാക്ഷൻ കൊണ്ട് ഇല്ലാതാവും. നിങ്ങളൊരു വളരെ ബ്യൂട്ടിഫുൾ മോഡലിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്, പക്ഷെ ഫ്രണ്ടിൽ വേറൊരാൾ വന്നിട്ട് പെട്ട അതിനകത്ത് ഒരു കൈ നീട്ടി വെച്ചു. അതും കാഴ്ചക്കാരന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോളിലൂടെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു തടസ്സമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഈ സംഭവങ്ങൾ. പിന്നെ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്, അതിൻ്റെ ഇപ്പോൾ ഒരു നോർമൽ നിങ്ങളുടെ സഹോദരിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ അമ്മയുടെ ആരുടെ ആയാലും ഒരു ഫോട്ടോ എടുക്കുകയാണ്. അവർ നല്ല ബ്യൂട്ടിഫുള്ളായൊരു ഫീമെയിൽ മോഡലാണ്, പക്ഷെ അതിനേക്കാളും കളർഫുള്ളായിട്ട് പല വസ്തുക്കളും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ ആ കാഴ്ചക്കാരൻ ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം ഇവിടെ നല്ലൊരു മോഡൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് അയാളെ കണ്ണ് പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ കണ്ണുകളെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വസ്തുക്കൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ പിന്നാമ്പുറത്ത്. അപ്പോൾ അയാളുടെ കണ്ണുകൾ ഈ മോഡലിൽ നിന്ന് കണ്ണ് വിട്ടിട്ട് അയാളുടെ 5 സെക്കൻഡാണ് നോക്കുന്നതെങ്കിൽ ഇതിനകത്ത് 1 സെക്കൻഡ് നോക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി 4 സെക്കൻഡ് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മറ്റുള്ള വസ്തുക്കളിലേക്ക്. എന്തൊക്കെയാണത്? അവിടെ പലതും കിടക്കുന്നുണ്ട്, കളർഫുള്ളായിട്ടുള്ള ഉണങ്ങാനിട്ടിരിക്കുന്ന ഡ്രസ്സും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻ ഒരുപാട് ഡിഫൈൻ ചെയ്യാൻ ഒരുപാടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മറുപടി കിട്ടും. കാഴ്ചക്കാരൻ്റെ ശ്രദ്ധയെ തട്ടിത്തെറിച്ച് പോകുന്ന അല്ലെങ്കിൽ തട്ടി മാറ്റുന്ന ഒരു വസ്തുക്കളെ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ കമ്പോസിഷൻ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ വരാം എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡിസ്ട്രാക്ഷൻ എപ്പോഴും നിങ്ങളുടെ അട്രാക്ഷൻ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതായാൽ അട്രാക്ഷൻ തനിയെ വരും. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിൽ വളരെയധികം കെയർഫുൾ ആവുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അവരെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കണം. ഫ്രെയിമിലൂടെ പുറകിൽ എന്തൊക്കെയുണ്ട്, പല വസ്തുക്കളുണ്ട്, അതിനകത്ത് പുറകിൽ വീടിൻ്റെ പെയിൻ്റ് ഉണ്ട്, അങ്ങനെ പല വസ്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് തിരിച്ചു നിർത്തുക. അങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ ഈ മോഡലിൻ്റെ മുഖത്തേക്ക് തന്നെ
പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് മോഡലിൻ്റെ മുഖത്തേക്ക് തന്നെ കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ബീച്ചിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്, ബീച്ചിൽ നിങ്ങളുടെ കുട്ടിയെ നിർത്തി അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ആരെയായാലും അച്ഛനെ നിർത്തി കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നാമ്പുറത്തുകൂടി നടക്കുന്ന ആൾക്കാർ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക? ബീച്ചാണ്, നിങ്ങൾക്ക് കാര്യമായിട്ട് ആൾക്കാരോട് മാറി നിൽക്കാനൊന്നും പറയാൻ പറ്റില്ല, അവർ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എവിടെ കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്തായിരിക്കും നിങ്ങൾക്കുള്ള നെക്സ്റ്റ് സൊല്യൂഷൻ? ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റിനെ ഷാർപ്പൻ എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഫോക്കസിങ്ങിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഹൈലൈറ്റ് ചെയ്ത് കിട്ടും, ആൾക്കാരുടെ ശ്രദ്ധ അവിടത്തേക്ക് തന്നെ പോവും. പക്ഷേ നിങ്ങൾ താജ്മഹലിൻ്റെ മുന്നിൽ പോയിട്ടാണ് നിൽക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്നത്, ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്തതിൻ്റെ എല്ലാ വാല്യൂ അവിടെ നഷ്ടപ്പെട്ടു. കാരണം താജ്മഹലാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടിങ് എലമെൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കുന്നത് താജ്മഹലാണ്. അതിനെ നിങ്ങൾ ബ്ലർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോറിയുടെ കഥ 10-1 ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ സബ്ജക്റ്റ് ഇല്ലാതായി പോവും. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക? നമുക്ക് ഒന്നുകിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡലിൻ്റെ ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വരുത്തിയിട്ട് ആ രീതിയിലും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാം. മോഡലിൻ്റെ ലൈറ്റിങ്ങിൽ ഇപ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളുടെ ലൈറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്വാഭാവിക ചിന്ത വരും. അതായത് നിങ്ങൾ താജ്മഹലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ, നോർമൽ ഡേ ലൈറ്റിലാണെങ്കിൽ ഡേ ലൈറ്റിനേക്കാളും കൂടുതൽ ഫ്ലാഷിൻ്റെ ഒരു ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയാൾ ബ്രൈറ്റായി കിട്ടും, താജ്മഹലും മറ്റുള്ള വസ്തുക്കളും ചെറുതായിട്ടൊന്ന് ഡിമ്മായിട്ടും വരും. ആ രീതിയിൽ കമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റിങ്ങിൽ വ്യത്യാസം വരുന്നതൊന്നും വലിയൊരു സംഭവമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.